നമസ്കാരം. ടാലിൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആളുകൾ പരാതി പറയുന്ന ഒരു കാര്യമാണ് ടാലി പ്രൈമിൽ ഇൻവോയ്സ് നമ്പർ തിയറി മാറിക്കിടക്കുക, നമ്പർ കാണാനില്ല എന്നൊക്കെ. ടാലി പ്രൈം 3.0 വെർഷനിൽ റീനമ്പർ എന്ന ഓപ്ഷൻ മാറ്റാതെ തന്നെ പുതുതായി റീറ്റെയിൻ ഒറിജിനൽ വൗച്ചർ നമ്പർ എന്ന സൗകര്യം ടാലി ഉൾപ്പെടുത്തി. ഇത് വൗച്ചർ നമ്പർ തെറ്റായിരിക്കാൻ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. എങ്കിലും എൻട്രി തെറ്റുകൾ കാരണം പഴയ തീയതിയിൽ ഏറ്റവും പുതിയ ഇൻവോയ്സ് നമ്പർ മാറിക്കിടക്കുക, ബിൽ നമ്പർ ഡിലീറ്റ് ആയാൽ അത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക എന്നിവ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നും നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാം. റീറ്റെയിൻ ഒറിജിനൽ വൗച്ചർ സെറ്റിംഗ്സ് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം നോക്കാം. ഗേറ്റ്വേ ഓഫ് ടാലി, ആൾട്ടർ, വൗച്ചർ ടൈപ്പ്, സെലക്ട് വൗച്ചർ ടൈപ്പ്, സെയിൽസ്. ഇവിടെ നമുക്ക് കാണാം നമ്പറിംഗ് ബിഹേവിയർ, റീറ്റെയിൻ ഒറിജിനൽ വൗച്ചർ നമ്പർ. ഇനി നമുക്ക് സെയിൽസ് രജിസ്റ്റർ എടുക്കാം. വൺ ടു 28 ഇൻവോയ്സ് നമ്പേഴ്സ് കൃത്യമായ ഓർഡറിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു 1-2 ഇൻവോയ്സുകൾ എൻ്റർ ചെയ്യാം. കറണ്ട് ഡേറ്റിന് ആ ഡേറ്റിൽ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു റെസിപ്റ്റ് എൻട്രി ചെയ്ത് നോക്കാം. ബാക്ക് ഡേറ്റിൽ ഒരു റെസിപ്റ്റ് എൻട്രി യൂസർ എൻ്റർ ചെയ്യാണ്. 3-ാം തീയതി എൻ്റർ ചെയ്തു, സേവ് ചെയ്തു. ഈ ഡേറ്റ് മാറ്റാതെ തന്നെ ബൈ മിസ്റ്റേക്ക് ഡേറ്റ് മാറ്റാതെ തന്നെ നമ്മളൊരു സെയിൽ ഇൻവോയ്സ് 3-ാം തീയതി എൻ്റർ ചെയ്തു പോയി. യൂസർ വീണ്ടും ഏറ്റവും ലേറ്റസ്റ്റ് തീയതിയിൽ പുതിയൊരു ഇൻവോയ്സും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് സെയിൽസ് രജിസ്റ്റർ ഒന്നും കൂടെ എടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാം 31 എന്നുള്ളൊരു ഇൻവോയ്സ് നമ്പർ കറക്റ്റ് പൊസിഷനിലല്ല ഇരിക്കുന്നത്. അത് ബാക്ക് ഡേറ്റിൽ യൂസർ എൻ്റർ ചെയ്ത് ആ ഒരു പൊസിഷനിലാണ് ഇൻവോയ്സ് നമ്പർ ഇരിക്കുന്നത്. നമുക്ക് ആ ഇൻവോയ്സ് നമ്പർ ഒന്ന് പുതിയ ഡേറ്റിലേക്ക് മാറ്റി നോക്കാം. സേവ് ചെയ്തു. എന്നാലും റോങ് പൊസിഷനിലാണ് ഇപ്പോഴും ആ ഇൻവോയ്സ് ഇരിക്കുന്നത്. ആ ഇൻവോയ്സ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാം. പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം Alt T പ്രസ് ചെയ്തുകൊണ്ട് ആ ഇൻവോയ്സ് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് മിസ്സായിട്ടുള്ള ഇൻവോയ്സിൻ്റെ തൊട്ടടുത്ത നമ്പർ 32 സെലക്ട് ചെയ്യാം. ഇൻസേർട്ട് വൗച്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. മോർ ഡീറ്റെയിൽസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വൗച്ചർ നമ്പർ ഡീറ്റെയിൽസിൽ എൻ്റർ ചെയ്യാം. സെലക്ട് അൺയൂസ്ഡ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് മിസ്സായിട്ടുള്ള ഇൻവോയ്സ് നമ്പർ കാണാം. സെലക്ട് ചെയ്യാം. ഇൻവോയ്സ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം ഇൻവോയ്സ് കറക്റ്റ് പൊസിഷനിൽ ഇൻസേർട്ടായി. താങ്ക് യു.